സിംഗിൾ ആണ്, കല്യാണം കഴിച്ചിട്ടില്ല. ടോട്ടൽ അച്ഛൻ്റെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 100K ആണ്. 1,00,000 പേര് കുറഞ്ഞത് കാണാണ്ടിരിക്കില്ല. മെയിൻ ക്വസ്റ്റൻ ആണ് കേട്ടോ. അതായത് അച്ഛനെയും അമ്മനെയും പണിക്കൊന്നും പോകാതെ വീട്ടിലിരുത്തണം എന്നാണ് എന്റെ ആഗ്രഹം. റീച്ച് ആകുന്ന അച്ഛന് വിശ്വാസം ഉണ്ടായിരുന്നു ഫസ്റ്റ്. അച്ഛൻ തന്നെ. എന്തേ അച്ഛൻ നിങ്ങളത് നടക്കണത്? അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു രണ്ടാൾക്ക് നല്ല രീതിക്ക് അച്ഛനെ എല്ലാവർക്കും അറിയാട്ടോ. ഫേമസ് ആണ് അച്ഛൻ, അമ്മയും ഫേമസ് ആണ്. നമുക്ക് ചെറിയൊരു നട്ടൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മ ഫുള്ള് ബെഡിലായിരുന്നു. അച്ഛനല്ല പറഞ്ഞിട്ട് ആരാണ്? ഞാൻ സംസാരിക്കില്ല, തെറി വിളിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് വന്നത്. അതായത് കുറെ പേർക്ക് നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ റൈറ്റ് സൈഡ് എന്റെ അമ്മയുണ്ട്, അമ്മന്റെ പേര് ഗിരിജ. എന്റെ ലെഫ്റ്റ് സൈഡ് എന്റെ അച്ഛനുണ്ട്, അച്ഛന്റെ പേര് മോഹൻദാസ്. ഞാൻ സെൽഫായിട്ട് എന്നെ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് സന്ദീപ് മോഹൻ. സിംഗിൾ ആണ്, കല്യാണം കഴിച്ചിട്ടില്ല. നല്ല നല്ല ആലോചനകൾ പ്രതീക്ഷിക്കുന്നു. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, അപ്പോ സെറ്റിലമ്മ. അതായത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അതായത് നമ്മളെ കുറിച്ച് കുറെ പേർക്ക് അറിയുന്നുണ്ട്, നമ്മുടെ വീഡിയോ ഒക്കെ കുറെ പേര് കാണുന്നല്ലേ. അപ്പൊ നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ കുറെ പേർക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ. അപ്പൊ അതിന്റെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അതിൽ ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് കുറെ പേര് ചോദിച്ച കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആൾ ആരാണെന്ന്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരാണ്? അച്ഛൻ? ഞാനല്ല. അച്ഛനല്ല പറഞ്ഞിട്ട് ആരാണ്? ഞാൻ സംസാരിക്കില്ല, തെറി വിളിക്കുക അല്ലേ? പണിയെടുക്ക് എന്താണ്ടോ അത് ചെയ്ത് കുറ്റം പറയാ. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അമ്മ തന്നെയാണ് അല്ലെ? സമ്മതിച്ചില്ലേ? ഓക്കെ, അടുത്തത് ക്യാമറ ഓൺ ആക്കുമ്പോ ഏറ്റവും ചേഞ്ച് ആകുന്നത് ആരാണെന്ന്. ചേഞ്ച് ആകുന്നത് പറഞ്ഞാൽ ക്യാമറ ഓൺ ആക്കിയ അച്ഛൻ നല്ല നാച്ചുറൽ ആക്ടിങ് ആണ്. അതായത് നിങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്, അച്ഛനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേട്ടോ. വീഡിയോ കാണുന്നവര് അച്ഛൻ നല്ല പാവമാണ്, അച്ഛൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഈ ആക്ട് ചെയ്യുന്നതിന്റെ ഒക്കെ ഈ ഡയറക്ടർ ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എത്ര ടേക്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ല. അത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഞാൻ ഒരു ദിവസം ബിഹൈൻഡ് ദി വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ക്യാമറ ഓൺ ആക്കി ഏറ്റവും കൂടുതൽ ചേഞ്ച് ആകുന്ന അമ്മ തന്നെയാണ്. അതായത് അമ്മ റിയൽ ലൈഫിൽ നല്ല ഓക്കെയാണ്, നാച്ചുറലാണ്. പക്ഷെ ക്യാമറ ഓൺ ആക്കി അമ്മ ടെൻഷൻ ആകും അല്ല അമ്മ? എന്താണത്? അറിയില്ല. ഫസ്റ്റ് ഒക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ മെല്ലെ മെല്ലെ ശരിയായി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വീഡിയോസ് ചെയ്യുമ്പോ ഓക്കെ ആവില്ല അച്ഛാ? അമ്മ വീഡിയോ എടുക്കുമ്പോ കുറച്ച് ഇതാകുന്നില്ല, ടെൻഷൻ ആകുന്നില്ലേ? ക്യാമറ ഓൺ ആക്കുമ്പോ അറിയുന്നുണ്ട്. അമ്മ ക്യാമറ ഓൺ ആക്കുമ്പോ എന്തോ കാര്യം സ്റ്റാർട്ടിങ് ആണ്, അതുകൊണ്ടായിരിക്കും. അപ്പൊ അമ്മയാണ് കേട്ടോ അതിനുള്ള ആൻസർ. ഭയഭക്തി ബഹുമാനം. അതുകൊണ്ടായിരിക്കും അമ്മക്ക്. ഓക്കെ, അടുത്തത് വ്ളോഗ് ഐഡിയ ആദ്യം പറയുന്നത് ആരാണെന്ന്. എനിക്ക് തോന്നുന്നു അമ്മ തന്നെയാണ് എന്നെ ഫോഴ്സ് ചെയ്യുന്നത്. അടുത്ത വീഡിയോ എന്ത് നീ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ കുറെ ഐഡിയാസ് പറഞ്ഞു തരുന്നുണ്ട്. അന്ന് നിങ്ങൾ എനിക്കൊരു കഥ പറഞ്ഞു, ഏതായിരുന്നു? പറയ്. അന്ന് അമ്മ അച്ഛൻ ബാങ്കിൽ പണയം വെച്ചിട്ട് ഒരു കഥ കാര്യമായിട്ട് എന്റെ അടുത്ത് ഞാൻ എന്താ സംഭവം പണയം വെച്ചിട്ട് അങ്ങനത്തെ എന്തോ ഒരു അച്ഛനാണ് അന്നൊരു സ്ക്രിപ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞത്, ഇത് ചെയ്യടാന്ന്. നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയാണ് കൂടുതൽ ഈ വ്ളോഗ് എടുക്കാൻ ഐഡിയ പറയുന്നത്. അതായത് എടുക്ക് എത്ര നേരമായി, വേഗം ഇട്, നല്ല ശരിയാവുള്ളൂ പറഞ്ഞിട്ട് അമ്മയാണ് അത് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് മെയിൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് റീടേക്ക് എടുക്കാൻ ഏറ്റവും അധികം പറയുന്നത് ആര്? അല്ല, റീടേക്ക് എടുക്കുന്നത് ആർക്കാണ് കൂടുതൽ? അച്ഛാ? എനിക്കാണ്. അല്ല, അമ്മയ്ക്ക്. എനിക്ക് തോന്നുന്നു രണ്ടാൾക്ക് നല്ല രീതിക്ക് റീടേക്ക് വരുന്നുണ്ട്. ഞാൻ പിന്നെ 1 ടേക്കിലേ എടുക്കുള്ളൂ. പക്ഷെ എന്റെ ആക്ടിങ് എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. വരെ നമ്മൾ എന്തായാലും അതിലേക്ക് ഫോക്കസ് ചെയ്യാട്ടോ. നല്ല രീതിക്ക് പെർഫോം ചെയ്യാനുള്ള അവസരമൊക്കെ കണ്ടന്റ് ഒക്കെ എന്തായാലും വഴിയെ വരട്ടെ എന്ന് ഞാൻ സെറ്റാക്കാം. ഓക്കെ, ഈ ഫാമിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് ഏറ്റവും എക്സൈറ്റഡ് ആയത് ആരാണ് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മ തന്നെയാണ്. കാരണം അച്ഛനമ്മയ്ക്ക് ഈ സോഷ്യൽ മീഡിയ ഈ വീഡിയോയിലൊന്നും വരാത്ത ആൾക്കാരാണ്. ഞാൻ മാത്രം പുറത്ത് പബ്ലിക് ടോക്ക്, പബ്ലിക് ചാലഞ്ച്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്തതായിരുന്നു. അച്ഛനെ അമ്മനെ അഭിനയിപ്പിച്ചിട്ടില്ല. ഇപ്പൊ കുറച്ചായിട്ടാണ് കേറ്റത് അല്ല അമ്മ? കുറച്ചായിട്ടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് വീഡിയോയിലുള്ള? നേരത്തെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. എന്താണ് പഠിച്ചു വരുന്നുണ്ട്. അച്ഛനൊക്കെ ഫസ്റ്റ് തന്നെ അച്ഛനെ അറിയാട്ടാ. അച്ഛന്റെ തന്നെ മകനല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഇനി എന്തായാലും വൈകാതെ സെറ്റ് ആവും. കാറ്റ് വരുന്നുണ്ട്, ചെറിയ നോയ്സ് ഉണ്ടാവും, ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, അപ്പോ ഫാമിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 വീഡിയോ ചെയ്തതിൽ ഒരെണ്ണം വൈറലായി. അതായത് അച്ഛൻ ഞങ്ങൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി തരും. അമ്മയ്ക്ക് ഫുഡ് കൊടുക്കും, അമ്മയ്ക്ക് ഓട്സ് ഉണ്ടാക്കി കൊടുക്കും, എനിക്കാണെങ്കിൽ ഫുഡ് മറ്റേ ഓംലെറ്റ് ഒക്കെ അടിച്ച് തരും. എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് അച്ഛൻ പ്ലേറ്റ് അടക്കം കഴുകിയിട്ട് അച്ഛൻ കിടക്കും. അച്ഛൻ കഴിച്ചോന്നൊന്നും ആരും അറിയില്ല. ഞാൻ എന്നിട്ട് അച്ഛനെ വിളിച്ചിരുത്തിയിട്ട് അച്ഛന് വാരി കൊടുക്കുന്നൊരു ഷോർട്സ് വീഡിയോ, സൗണ്ടൊന്നുമില്ല, മ്യൂസിക്കിലിട്ട വീഡിയോ ആയിരുന്നു.
അതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇതുവരെ ഇട്ട യൂട്യൂബ് ചാനലിൽ 1 കോടി 1.5 കോടി ആൾക്കാർ കണ്ട വീഡിയോ ആയിരുന്നു അത്. അച്ഛനെ എല്ലാവർക്കും അറിയാട്ടോ, ഫേമസ് ആണ് അച്ഛൻ. അമ്മയും ഫേമസ് ആണ്. അമ്മനെ ഞാൻ കുറച്ച് നെഗറ്റീവ് റോൾ കൊടുത്തതിൽ അമ്മയും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വ്ളോഗ്, ഫാമിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ അതൊക്കെ തന്നെയായിരുന്നു. ചുമ്മാ വെറുതെ ഒരു വ്ളോഗ് ഇട്ടു, അത് റീച്ചായി, അത് വൈറലായി, അങ്ങനെ കണ്ടിന്യൂ ചെയ്തായിരുന്നു. ഇപ്പം നല്ല സപ്പോർട്ടാണ് ഫാമിലി വ്ളോഗിന്. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരോടും താങ്ക്സ്. അതിലേക്ക് പറ, നന്ദി പറ. നന്ദിയുണ്ട്, എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും അപ്പൊ ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് കോമഡി ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഷൂട്ട് സമയത്ത് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ചെയ്യുന്നത് അതന്നെ, രണ്ടുപേരും ചെയ്യുന്നുണ്ട്. ഞാനും പിന്നെ കുറെ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നിങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. ആരാണ് ഡയലോഗ് മറക്കുന്നത്? ആരാച്ചാ ഡയലോഗ് മറക്കുന്നത്? ഞാനാണെന്ന് വിചാരിക്കുന്നത്. അമ്മ പറ. അച്ഛൻ തന്നെ. എന്ത് അച്ഛൻ? നിങ്ങളെങ്ങനെ മറക്കണത്? അമ്മയാണ് മറക്കണത് ഡയലോഗ് മറക്കുന്നത്. അച്ഛനാണെങ്കിൽ എന്തൊക്കെ തട്ടും. പിന്നെ അച്ഛന് പറയാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ സ്റ്റക്കാണ്. അച്ഛന് അധികം ഡയലോഗ് പറയാൻ പറ്റൂല. അമ്മയ്ക്ക് പറഞ്ഞാൽ പറയാൻ പറ്റും, പക്ഷെ അമ്മ വിചാരിക്കണം. ഒരു 4-5 ടേക്കൊക്കെ വന്നാലേ അമ്മ ഓക്കെ ആവുള്ളൂ. അച്ഛൻ പക്ഷെ പറയുന്ന ടേക്ക് അടിപൊളിയായിരിക്കും, ഫീൽ ഉണ്ടാവും, നാച്ചുറൽ. അച്ഛൻ്റെ അങ്ങനത്തെ ഒരു കഴിവ് അച്ഛനുണ്ട്. വ്ളോഗ് അപ്ലോഡ് വൈകിയാൽ കുറ്റം ആരുടെ? അമ്മ തന്നെയാണ് പറയുന്നത്. വീഡിയോ ഇട്ടാ എവിടെ പറഞ്ഞിട്ട് അമ്മ തന്നെ പറയാറ്. കമന്റ്സ് വായിച്ചിട്ട് ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് ആരാണ്? അത് അമ്മ തന്നെയാണ് കേട്ടാ. ഞാനിപ്പോ പുതിയ ഒരു വീഡിയോ ഇട്ടു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കാണും. അമ്മ ഒന്നല്ല കാണുന്നത്, 10-15 ആണ്. അതിലുള്ള വ്യൂസ് ഫുള്ള് അമ്മ തന്നെയായിരിക്കും അമ്മ കണ്ടോണ്ടിരിക്കും. അമ്മ നല്ല സപ്പോർട്ടിങ് ആണ് കേട്ടാ. അടുത്ത അമ്മേന്റെ അടുത്ത് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. അമ്മക്ക് വ്ളോഗ് ചെയ്യുന്നതിന് മുന്നേ ടെൻഷൻ ഉണ്ടായിട്ടില്ല? ടെൻഷൻ നല്ലോണം ഉണ്ട്. എന്തുകൊണ്ടാ അത്? ആദ്യമായിട്ടല്ലേ, അപ്പൊ നിങ്ങളൊക്കെ നോക്കി സംസാരിക്കും. ഞങ്ങളൊക്കെ നോക്കി ഫ്രീ ആയിട്ട് ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് ടെൻഷൻ. പിന്നെ ഇനി ശരിയാവില്ല. ഓക്കെ. പിന്നെ അമ്മയോട് ചോദിക്കാൻ, അമ്മക്ക് ഈ ഷൂട്ട് ചെയ്യണതാണോ അതോ കിച്ചണിലെ പണിയാണോ, ഏതാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ വർക്കല്ലേ? കിച്ചണിന്റെ അത് സിമ്പിൾ ആണ് അല്ലേ? അതിനേക്കാൾ ഈ അഭിനയിക്കാനാണ് കുറച്ച് ടഫായിട്ട് തോന്നിയത് അല്ലേ? പിന്നെ വ്ളോഗ്, നമ്മുടെ വീഡിയോയിൽ കമന്റ് ഒക്കെ വരുമല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന കമന്റ്സ് എന്താണ് അമ്മ? അതായത് ആൾക്കാർ കമന്റ് ചെയ്യണമെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? ആൾക്കാർ ഇങ്ങനെ നല്ല കമന്റ്സ് പറയുന്നതാണോ, അങ്ങനെ എന്തെങ്കിലും? കമന്റ്സ് വായിക്കില്ല അമ്മ, അതിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? ഏതെങ്കിലും ഒരു കമന്റ് പറ. ഇതുവരെ നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്തവർക്ക് ഇഷ്ടപ്പെട്ടൊരു കമന്റ് അതായത്? അച്ഛനെ കുറിച്ചിട്ട് തന്നെ. അച്ഛൻ പാവമാണ്, അച്ഛൻ സൂപ്പറാണ്, അച്ഛനെ കുറിച്ചിട്ട് തന്നെ കമന്റുകൾ. ഞാൻ അതില് വില്ലത്തെ റോളായിട്ടാണ് നേരത്തെ അഭിനയിച്ചത്. അതുകൊണ്ട് അച്ഛനാണ് സൂപ്പർ. നമ്മുടെ കണ്ടന്റ് അങ്ങനെയാണ്, സ്ക്രിപ്റ്റ് അങ്ങനെയാണല്ലോ. ഇനി അച്ഛനടുത്ത് അമ്മ നമുക്ക് ചോദിക്കാം കേട്ടാ. അച്ഛന് ക്യാമറന്റെ മുന്നിൽ കോൺഫിഡൻസ് എങ്ങനെയാണ്? ക്യാമറയുടെ മുന്നിൽ ഓക്കെ, അതിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനെ അച്ഛനില്ല കേട്ടാ, അത് കറക്റ്റ് ആണ്. അച്ഛന് ടെൻഷൻ ഇല്ല, ഡയലോഗ് കിട്ടാൻ ഒരു ചെറിയൊരു തടസ്സം എന്ന് മാത്രം, അല്ലാതെ അച്ഛൻ ഓക്കെയാണ്. ലൈറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട്, നമ്മൾ ഡിം ആകുന്നുണ്ട്. അച്ഛന് വ്ളോഗ്, നമ്മുടെ വീഡിയോ, ഫാമിലി വീഡിയോ റീച്ച് ആകുന്ന അച്ഛന് വിശ്വാസം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇട്ട സമയത്ത്? നമ്മൾ നന്നായി കയറി നമ്മളെ കുറെ പേര് കാണുന്ന അച്ഛന് വിശ്വാസം ഉണ്ടായിരുന്നു? ചോദിച്ചാ, നീ അവിടെ ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ, കമ്മിറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ, അതില് ഭയങ്കര ഇതായിരുന്നു. ഇതിനേക്കാൾ ഇത് ഓക്കെ ഡയലോഗ് എന്നാലും ആൾക്കാരുടെ ശ്രദ്ധ പറ്റുള്ളൂ. അതായത് ഞാൻ ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ചാലഞ്ച് ആയിരുന്നു. നമ്മൾ ഈ 2K പ്ലാന്റെ അടുത്തൊക്കെ പോയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ, ഇതാണ് എന്റെ ഫസ്റ്റ് വീഡിയോ. അതാണ് സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ അച്ഛൻ പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ ഇത് വലിയ നല്ലതാണെന്നാണ് അച്ഛൻ പറയുന്നത്. സംഭവം ശരിയാണ്. അതിനേക്കാളും എനിക്ക് ഫാമിലി വീഡിയോ ഇട്ടപ്പോൾ അതിനേക്കാളും നല്ല റീച്ചായി, ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങി. അച്ഛനൊക്കെ അന്ന് കല്യാണത്തിന് പോയപ്പോ ആരോ ചോദിച്ചില്ലേ, അതിന് പറ. കുറെ ആൾക്കാർക്ക് അറിയാം. അറിയാം. അതായത് അച്ഛൻ ഇപ്പൊ കല്യാണത്തിന് മുമ്പൊക്കെ വീഡിയോയിലുള്ള ആളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അച്ഛൻ്റെ ചോദിക്കും, നമ്മൾ വീഡിയോ ഇടുമ്പോ കട്ടൗട്ടർ അച്ഛന്റെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 100K ആണ്, 1 ലക്ഷം പേര് കുറഞ്ഞത് കാണാണ്ടിരിക്കില്ല. അച്ഛന്റെ ഫെയിമായി, ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അച്ഛൻ അതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇങ്ങനെ വീഡിയോ ചെയ്തതിനു ശേഷം അച്ഛന്റെ ഇനിയും അങ്ങനെ ഇടും, അത് എല്ലാവരും കാണുക, അത്ര തന്നെ എനിക്ക് പറയാൻ. വീഡിയോ ചെയ്തതിനു ശേഷം അച്ഛൻ്റെ അടുത്ത് പറ, ഒന്നുകൂടി പറ. അല്ല, ഇനി ഇതേമാതിരിയുള്ള ഓരോ വീഡിയോകളൊക്കെ ഇടും, അതുകൊണ്ട് എല്ലാവരും കാണാൻ നമ്മളെന്തായാലും സപ്പോർട്ട് പ്രതീക്ഷിക്കാം. അമ്മ എന്തെങ്കിലും പറ. അപ്പൊ ഇനി ഓരോ കണ്ടന്റ് ഇനി നല്ലതൊക്കെ ഇറക്കണല്ലോ, അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പൊ സ്ക്രിപ്റ്റഡ് ആണ്.
അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ. ഇനി എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേരൻസിനെ വ്ളോഗിലേക്ക് കൺവിൻസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ചേച്ചിയാണ്. സിസ്റ്ററാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് ഇങ്ങനെ അച്ഛനമ്മനെ വെച്ച് എന്ന് പറഞ്ഞത് ചേച്ചി തന്നെയാണ്. അപ്പൊ അവള് പറഞ്ഞതുപോലെ നമ്മളൊന്ന് 2-3 വീഡിയോ ചെയ്തു. അതില് 5 എണ്ണത്തിൽ ഒരെണ്ണം കയറി, പിന്നെ നമ്മളങ്ങനെ കണ്ടിന്യൂ അടിച്ചായിരുന്നു. അതാണ് പേരൻസിന് വരാനുള്ളൊരിത്. ഫ്യൂച്ചറിൽ സോളോ പ്രോഗ്രാം അല്ല അത് വേണ്ട. നമ്മൾ ഇനി ഇത് നോക്കിയില്ല കേട്ടോ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങളെ കുറിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൗഡ് മൊമെന്റ് എൻ്റെ പേരൻസ് തന്നെയാണ്. കാരണം ഇതുപോലുള്ള പേരൻസ് ആർക്കും ഉണ്ടായില്ല. എല്ലാവർക്കും അവരവൻ്റെ പേരൻസ് വലുത് തന്നെയാണ്. പക്ഷെ എനിക്കെന്തോ അച്ഛനും അമ്മയും നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയാ. പിന്നെ തല്ലേണ്ട സമയത്ത് തല്ലിയിട്ടുണ്ട്, അത് സ്വാഭാവികം, മക്കളാണ്. അമ്മയൊക്കെ എന്നെ ചൂൽക്കെട്ടൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്, ട്യൂഷൻ പോടാ പറഞ്ഞിട്ട് വീടിന് ചുറ്റും ഓടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലമാണ്. ഞാൻ പറയുന്നത് ട്യൂഷൻ പോകാൻ വയ്യ. ഞാനിങ്ങനെ 10 മണിക്കാണല്ലോ ക്ലാസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 9:30 വരെ ഇങ്ങനെ കണ്ണടച്ചെടുക്കും. പനിയാണ് പറഞ്ഞിട്ട് 9:45 കറക്റ്റ് 10:01 കഴിഞ്ഞാൽ എണിക്കും. അപ്പൊ അതുവരെ ഞാൻ മാക്സിമം അന്ന് പിടിച്ചു. പക്ഷെ അമ്മേനെ കണ്ട് അമ്മയാണെങ്കിൽ അന്ന് നല്ല ടെററാണ്. ടെറർ പറഞ്ഞാൽ അമ്മയാണ്. അച്ഛൻ പാവമാണ് കേട്ടോ. അച്ഛൻ നമ്മുടെ വീഡിയോയിൽ പോലെ അച്ഛൻ റിയൽ ലൈഫിൽ നല്ല പാവമാണ്. അമ്മയാണ് ഉള്ളിൽ. കാരണം ഒരു കുടുംബത്തിൽ അച്ഛനമ്മയിൽ ഒരാളെങ്കിലും പറഞ്ഞാൽ കേൾക്കണം, ഒരാളെങ്കിലും ഇത്തിരി റജഡ് ആകണം, എന്നാലേ മക്കൾ നന്നായിട്ട് വളരില്ല. ഓക്കെ, അപ്പൊ അമ്മ എന്നെ ചൂലിക്കെട്ടെടുത്ത് ഓടിച്ചൊക്കെയാണ് എന്നെ ക്ലാസ്സിലൊക്കെ വിട്ടത്. അപ്പൊ അതൊക്കെ ഒരു മെമ്മറീസ് ആണ്. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അയ്യോ ഞാൻ ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്മ, ഞാൻ എൻ്റെ +1 +2 ടൈമില് അമ്മന്റെ ആ ഒരു സ്ട്രഗിളിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തത് എൻ്റെ അമ്മയാണ്. കാരണം എനിക്ക് എവിടെയും കിട്ടാതിരുന്ന സമയത്ത് എൻ്റെ അമ്മൻ്റെ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടായിരുന്നു പേയ്മെന്റിന്റെ കാര്യം. അങ്ങനെ അമ്മയാണ് എൻ്റെ നല്ല രീതിക്ക് എന്താ പറയാ എടുത്ത് ചെയ്തത്. വഴികാട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ അമ്മയാണ്. എല്ലാവർക്കും അവരവൻ്റെ അമ്മമാരിതാണല്ലോ. അപ്പൊ അതൊക്കെ എനിക്കിപ്പോ ഒരു ഇതായിട്ട് ഇമോഷണൽ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അച്ഛനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ലോഡിങ് വർക്കാണ്. എൻ്റെ അച്ഛൻ്റെ ജോബാണ് അച്ഛന് കിട്ടിയത്. അച്ഛൻ എത്ര വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു? പഠിപ്പ് കുറവാണ്. ശരി, പഠിപ്പിനെ കുറിച്ച് പറയണ്ട, കുറവാണ്. അപ്പൊ അച്ഛൻ FICT ഏതാണ് അച്ഛൻ പറയാം അതിനെ കുറിച്ച്? FICT മിക്സിംഗ് സെന്റർ വർക്കാണ്. പിരിവിശാലിയാണ്. പിരിവിശാലിയില് FICT ലോഡിങ് വർഷം. എത്ര വർഷം ചെയ്യുന്നുണ്ട്? 23 വർഷം കഴിഞ്ഞു. റിട്ടയർമെന്റ് ആയിട്ട് 5-6 വർഷമായി ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ട് അച്ഛനെയും അമ്മനെയും പണിക്കൊന്നും പോകാതെ വീട്ടിലിരുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നമ്മൾ കുറച്ചൊന്ന് ഉഴപ്പിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി അതൊക്കെ മാറ്റിയിട്ട് ഇനി ഡെയിലി ഒരു 2 ദിവസത്തിലൊരിക്കൽ വീഡിയോ ചെയ്യുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല നല്ല കണ്ടന്റ് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അതുപോലെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ 25 വർഷമായിട്ട് എന്താ പറയാമോ BPL വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായിട്ടാ? സോൾഡറിംഗ് വർക്ക്. അപ്പൊ അതാണ് അമ്മന്റെ ജോബ്. പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു സർജറിന്റെ നമുക്ക് ചെറിയൊരു നട്ടൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മ ഫുള്ള് ബെഡിലായിരുന്നു. സത്യം പറഞ്ഞാൽ തിരിച്ചു വരുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അമ്മ ഇപ്പൊ കുഴപ്പമില്ലാതെ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് ദൈവം ഒന്ന് കാണുന്നത് അതുപോലെ തന്നെ നടക്കുള്ളൂ. അപ്പൊ അമ്മന്റെ നമ്മുടെ തൃശ്ശൂര് മുളങ്ങുന്നത്ത് മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ 2008 അത് കഴിഞ്ഞു. ഡോക്ടർ എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞു. നട്ടലില് ആ ഒരു ഡോക്ടറിന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഞരമ്പ് ഒന്ന് മാറിക്കെട്ടിയിട്ട് അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെറിയൊരു സ്ട്രെങ്ത് കുറവാണ്. ഓക്കെയാണ്, നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മള് ആലയത്തിൽ പോകാൻ തുടങ്ങിയിട്ട് എത്രയാണ്? 16 വർഷമായി. അതുപോലെ അമ്മ ഇത് ബെഡിൽ കിടപ്പിലായിരുന്നു. അപ്പോഴാണ് നടക്കാൻ പറ്റാതിരുന്ന സമയത്ത് നമ്മുടെ ഒരു വീട്ടിന്റെ അവിടുത്തെ ഒരു ആള് ബാലേട്ടൻ പറയും, എന്താ വൈഫിന്റെ പേര്? പ്രിയ ബാലൻ പറയും. അപ്പൊ അവര് നമ്മളിങ്ങനെ ഒരു പ്രാർത്ഥനാലയം ഉണ്ട് പറഞ്ഞിട്ട് നമ്മുടെ വടക്കാഞ്ചേരി മംഗലാംപാലം ഇമ്മാനുവൽ വർഷിപ്പ് സെന്റർ പറഞ്ഞിട്ടൊരു പ്രാർത്ഥനാലയം. വലിയ നമ്മുടെ അങ്ങനെ മതപരമായിട്ടൊന്നും അങ്ങനെയൊന്നും അല്ല, ജാതി മതത്തൊന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഫാമിലി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ എത്ര വർഷമായി പോയിട്ട്? 16 വർഷമായി. 2010 പോയതാണ്. ഇപ്പൊ 2026 10-16 വർഷമായി പോകുന്നുണ്ട്. അപ്പോ അവര് ഫാമിലി പോലെയാണ്.
മജു പാസ്റ്ററും അതുപോലെ ട്രീസ ചേച്ചി അങ്ങനെ മദർ അങ്ങനെ എല്ലാവരും നല്ലൊരു നടക്കാൻ വയ്യാണ്ട് പോയതാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നല്ല ഉറക്കം ഉണ്ടായിരുന്നില്ല, ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ നമുക്ക് നല്ലൊരു എല്ലാം അവിടെ പോയിട്ടാണ് ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയത്. ഇപ്പൊ പൂർണ്ണ സൗഖ്യം സമാധാനമുണ്ട്, കുഴപ്പമില്ല, ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനിയും കുറെ നമ്മൾ പെട്ടെന്നായതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്നും പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യട്ടെ, ഇനി എന്തൊക്കെ ചോദിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അമ്മ നമുക്കിപ്പോ അതിന്റെ പേരിലും ഓക്കെ ടാറ്റ ഓക്കെ ബൈ. ബൈ.